എപ്പോഴത്തേക്കാണ് ആരംഭിക്കുക? അവിടെ ഇങ്ങനെ പൂരപ്രേമികൾ എല്ലാവരും വളരെ നേരത്തെ തന്നെ വന്നിരിപ്പുണ്ടല്ലോ. അതിന്റെ ഒരുക്കങ്ങളും ആവേശവും എത്രത്തോളം ഉണ്ട് ഇപ്പോ? ആവേശം ഉച്ചസ്ഥായിൽ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. 2:30 കൂടി തന്നെ ഇലഞ്ഞിത്തറ മേളം ആരംഭിക്കും. ഏതായാലും അതിനു മുമ്പ് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി ഇവിടെ വന്നിട്ടുണ്ട്, ഹരിയേട്ടൻ. ഹരിയേട്ടാ, ഇലഞ്ഞിത്തറയിലാണ് നിൽക്കുന്നത്. മഠത്തിലൊരു പഞ്ചവാദ്യം ഇങ്ങനെ ഉണ്ടായി. മഠത്തിൽ വരവ് പഞ്ചവാദ്യം ആരംഭി. മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിൽ എനിക്ക് ഇക്കുറിയൊരു വിഷമമുള്ള എന്താണെന്ന് വെച്ചാൽ, എല്ലാ തവണയും കാണുമ്പോൾ ഞാൻ വിഷമം എന്ന് പറയുന്നത് മോഹനേട്ടൻ ഇല്ല, മോഹനേട്ടൻ ഇല്ല എന്നുള്ളത്. ഇന്നലെയായിരുന്നു മോഹനേട്ടൻ അനുസ്മരണം, പങ്കെടുത്തു. മോഹനേട്ടൻ ഇല്ല എന്നുള്ളൊരു വിഷമമുണ്ടെങ്കിലും പഞ്ചവാദ്യം നന്നായി. മധുവാശാൻ്റെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം നന്നായി. 3 പുതിയ ആളുകൾ തിമലയിൽ വന്നിട്ടുണ്ട്. ഒറ്റപ്പാലം ഹരിയെ പോലുള്ളവരൊന്നും ഇല്ല എങ്കിൽ പോലും പുതിയ ആളുകൾ എത്തിയിട്ടുണ്ട്. മോഹനേട്ടനൊക്കെ തിമലയിൽ എത്തിയിട്ടുണ്ട്. പഞ്ചവാദ്യം നന്നായി എന്ന് തന്നെയാണ്. സാധാരണ നമ്മൾ മുട്ടാറ് മഠത്തിലരവിലാണ്. ഇത്തവണ എനിക്ക് അതിന് വരാൻ പറ്റിയില്ല, അപ്പോൾ നഷ്ടമായി എന്നാണ് പറയുന്നത്. അതെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നന്നായിട്ട് ആസ്വദിച്ചു. നന്നായിട്ട് ഞാൻ പതികാലം തൊട്ട് തന്നെ കണ്ടിരുന്നു. വെച്ചാൽ പതികാലം നിരന്നിട്ടല്ലേ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുള്ളൂ. അതൊട്ട് കണ്ടു. കൂട്ടിക്കോട്ടൊക്കെ നല്ല രസമായി, നന്നായിട്ട് മേളം പിടിച്ചിരുന്നു എന്നാണ് എൻ്റെ ഒരു അനുഭവം. രൗദ്ര താളമാണ് പാണ്ടിയുടെ. അതെ, പാണ്ടിയുടെ വേറൊരു രീതിയിലുള്ള ഇലഞ്ഞിത്തറയിൽ സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഉള്ളിൽ ഇലഞ്ഞിത്തറയിൽ വന്ന് നിൽക്കാനുള്ള ഒരു അവസരം ആദ്യമായിട്ടൊക്കെ കിട്ടുന്നത്, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. നിങ്ങൾ പഞ്ചവാദ്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണ്ടോ? നിങ്ങൾ എനിക്കും ഇവിടെ അധികം നിൽക്കാൻ പറ്റാത്ത ചിലപ്പോൾ ശരിയായിരിക്കും. ഞാൻ ഈ കുന്നംകുളംകാരനായതുകൊണ്ട് ഞാനത് എല്ലാ സ്ഥലത്തും പറയും. കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ പ്രചരണം നടക്കുന്ന സമയത്ത് സുഹൃത്താണ്